നമസ്കാരം, സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കീപാഡിനെ പറ്റിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് അർഡിനോയിൽ എങ്ങനെ ഈ ഒരു കീപാഡ് കണക്ട് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള കീപാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ കീപാഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 റോയും കോളവും ഉള്ള കീപാഡാണ്. 4 റോസ് ആൻഡ് 4 കോളം ഉള്ള കീപാഡാണ്. അതായത് 16 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ മെട്രിക്സിൻ്റെ ഫോമിലായിരിക്കും ഈ കീപാഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ജസ്റ്റ് 4 വയേഴ്സ് ഉണ്ട്. കോളംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 4 ഉണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റ് 4 റോസിനെയും പിന്നെയുള്ള കോളംസിനെയാണ്. അപ്പോൾ ഈ 1 പ്രസ് ചെയ്യാൻ നേരത്ത് കറസ്പോണ്ടിങ് ആയി ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളത്തിലായിരിക്കും സിഗ്നൽ വരിക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യാൻ പറ്റും കീപാഡ് വെച്ച്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഞാൻ മെട്രിക്സിനെ പറ്റി പറഞ്ഞുതരാം. അതിനുശേഷം കീപാഡ് യൂസ് ചെയ്യാൻ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി വെച്ചിട്ടായിരിക്കും നമ്മൾ കീപാഡ് യൂസ് ചെയ്യുക. മെട്രിക്സിനെ പറ്റി നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്നാലും നോക്കാം. അപ്പം മെട്രിക്സിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. മെട്രിക്സ് എന്ന് പറയുമ്പം അതൊരു റെപ്രസെൻറ്റേഷൻ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിനെ പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. റോസ് ഉണ്ട്, കോളം ഉണ്ട്, റോസും കോളംസും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നോർമലി ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ അകത്ത് പിന്നെ എലമെൻറ്റ്സ് ആണുള്ളത്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റോ, നമ്മളൊരു മെട്രിക്സിനെ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് റോ ക്രോസ് കോളം മെട്രിക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ റോസ് എന്നാണ് പറയുന്നത്. അതായത് റോ 1, റോ 2, റോ 3, റോ 4. ഇപ്പം 4 റോസ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇപ്പം ഞാൻ തൽക്കാലം ഒരു മെട്രിക്സ് എഴുതി കാണിക്കാം. 5, 3, 6, 2, 8, 2, 1, 0, 3, 2, 1, 0. ഇപ്പം നോർമലി മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിനൊക്കെ ഒരു ഇൻഡെക്സ് ഉണ്ട്. നമ്മുടെ അറേ എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പഠിപ്പിച്ചായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് അറേസ് അടുക്കി വെച്ചിരിക്കുന്ന നമുക്കൊരു മെട്രിക്സ് എന്ന് പറയാം. കണ്ടോ, ഇതൊരു അറയാണ്. ഇതൊരു അറയാണ്. ശരിക്കും പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. 2D അറേ എന്ന് പറയുന്നതാണ് മെട്രിക്സ്. അപ്പോൾ 2D അറയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു ഇൻഡെക്സ് സെറ്റ് ഉണ്ട്. അതായത് റോസിന് ഇൻഡെക്സ് ഉണ്ട്, കോളത്തിന് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ 0, 1, 2 എന്നുള്ളതാണ് ഇവിടെ ഇൻഡെക്സ്. ഇവിടെയും 0, 1, 2, 3 ആണ്. 0 തൊട്ടാണ് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 5നെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ പേര് കീപാഡ് ആണ് കരുതുക. കീപാഡ് എന്നാണ് മെട്രിക്സിൻ്റെ പേരെന്ന് കരുതുക. നമുക്ക് കീപാഡിൻ്റെ ഉള്ളിൽ 0 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ 0, 1 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 1നെ ആക്സസ് ചെയ്യണമെന്ന് കരുതുക. ഈ 1നെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 എവിടെയാണെന്ന് നോക്കുക. 1 കീപാഡ് ഓഫ് 1, 2 വിളിച്ചു കഴിഞ്ഞാൽ 1നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു കീപാഡിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അർഡിനോയിൽ ഇനി ഒരു മെട്രിക്സ് ഉണ്ടാക്കണമെന്ന് കരുതുക. അർഡിനോയിൽ ഒരു മെട്രിക്സ് ഉണ്ടാക്കണേ അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെട്രിക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മെട്രിക്സിന്റെ പേര് കൊടുക്കുക. അപ്പോൾ മെട്രിക്സ് ഏത് തരം ഡാറ്റ ടൈപ്പാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അറേ നേരത്തെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നമ്മൾ ആദ്യം മെട്രിക്സിന്റെ ഡാറ്റ ടൈപ്പ്, മെട്രിക്സിന്റെ ഉള്ളിലുള്ള ഡാറ്റ ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കുക. ഇപ്പോൾ നമുക്കിവിടെ ക്യാരക്ടർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യാർ കൊടുത്തിട്ട് നമുക്ക് വേണ്ട മെട്രിക്സിന്റെ പേര് കൊടുക്കുക. ഇപ്പം നമ്മൾ കൊടുക്കുന്ന മെട്രിക്സിന്റെ പേര് തൽക്കാലം കീപാഡ് എന്ന് തന്നെ ആയിക്കോട്ടെ. കീപാഡല്ലേ പഠിക്കുന്നത്. അപ്പോൾ കീപാഡ് എന്നൊരു മെട്രിക്സിന്റെ പേര് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ അതിന്റെ സൈസ് കൊടുക്കുക. ഇപ്പം ആദ്യം നമ്മൾ റോസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കീപാഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ എത്ര റോസും കോളവും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, 4 റോസും 4 കോളവും ആണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 4 റോസ് ആണ് നോക്കേണ്ടത്. അപ്പം 4 റോസിന് നമ്മൾ 4 കൊടുക്കുക. അതേപോലെ കോളത്തിനും 4 കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോർമലി മെട്രിക്സ് ഉണ്ടാക്കുന്നത്. മെട്രിക്സ് ഇപ്പം ജസ്റ്റ് കീപാഡ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൽ വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് സെറ്റ് ബ്രാക്കറ്റ് ഇടുന്നു. സെറ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എല്ലാ വാല്യൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആണ്. അപ്പോൾ നമ്മൾ 1 കോഡ്സി കൊടുക്കുന്നു.
പിന്നത്തെ വാല്യൂ 2 ആണ്, 2 കോഡ്സി കൊടുക്കുന്നു, 3 കോഡ്സി കൊടുക്കുന്നു, 4 കോഡ്സി കൊടുക്കുന്നു, അങ്ങനെ നമുക്ക് പിന്നെ 5 കോഡ്സി കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. കറക്റ്റ് ആ മെട്രിക്സിന്റെ ഓർഡറിൽ കൊടുക്കാം. ഇപ്പം ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഓരോ റോസിനെ നമുക്ക് ഓരോ സെറ്റ് ബ്രാക്കറ്റ് ആക്കി മാറ്റാം. ഓക്കെ, നമുക്കിവിടെ 4 റോസാണ് ഉള്ളത്, അപ്പം 4 സെറ്റ് ബ്രാക്കറ്റ് ആക്കി മാറ്റാം. അപ്പോൾ 4 സെറ്റ് ബ്രാക്കറ്റ് ആക്കി മാറ്റി, എന്നിട്ട് അവസാനം ഒരു ക്ലോസ് ബ്രാക്കറ്റ് കിട്ടും. എന്നിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 2 3 A 4 5 6 B 7 8 9 C *0 #D. അത് സാധനം ഇവിടെ അതേപടി എഴുതിയാൽ മതി. അത് നമ്മൾ 1നെ ആദ്യം സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്നു, 2 3 പിന്നെ A, അതേപോലെ അടി വരെ നമ്മൾ എഴുതുക. അപ്പം നമുക്ക് അവസാനം എന്തായിരിക്കും വരിക, *0 #D ഉണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കീപാഡിന്റെ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ ബേസിക്കലി മെട്രിക്സിനെ പറ്റി പറയാം. ഇപ്പം നമുക്കിനി എങ്ങനെ അർഡിനോയിൽ കീപാഡിനെ പറ്റി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അർഡിനോയിൽ കീപാഡിനെ പറ്റി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കോഡ് എഴുതേണ്ടി വരും. പക്ഷേ അർഡിനോ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവർ അതിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബിൽറ്റ് ഇൻ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി വിളിച്ചാൽ മതി. അതിൻ്റെ പേരാണ് keypad.h. അപ്പോൾ keypad.h എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ ഉള്ളിൽ അർഡിനോയുടെ കീപാഡ്സിനെ പറ്റിയുള്ള എല്ലാ ഫംഗ്ഷൻസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ലൈബ്രറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഗതി പെട്ടെന്ന് ഇതിന് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ആ ലൈബ്രറിയുടെ പ്രത്യേകത. അപ്പം നമ്മൾ keypad.h വിളിച്ചാൽ മതി. അപ്പം keypad.h ഞാൻ നമ്മുടെ കോഡ് സെക്ഷനിലേക്ക് പോവാം. കോഡ് സെക്ഷനിലേക്കാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം ഇതിൽ ആദ്യം നമുക്ക് keypad.hനെ ഇൻക്ലൂഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് #include keypad. keypad.h. അപ്പോൾ ചില സിസ്റ്റത്തിൽ keypad.h കാണില്ല. അപ്പം അങ്ങനെ കാണാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ടൂൾസിൽ പോകുക. ഞാൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. സ്കെച്ചിൽ പോകുക. എന്നിട്ട് ഇൻക്ലൂഡ് ലൈബ്രറി കൊടുക്കുക, മാനേജ് ലൈബ്രറീസ് കൊടുക്കുക. സ്കെച്ചിൽ പോയിട്ട് ഇൻക്ലൂഡ് ലൈബ്രറി കൊടുത്തിട്ട് മാനേജ് ലൈബ്രറി കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയുടെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് കീപാഡ് എന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഡിനോയുടെ എല്ലാവിധ കീപാഡും കിട്ടും. കണ്ടോ, ആദ്യത്തെ കീപാഡ് വെർഷൻ ആണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക കീപാഡ്. അത്രേ ഉള്ളൂ. അത്ര ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറി അർഡിനോയിലേക്ക് ആകും. അപ്പം അത്രയും സിമ്പിളാണ് ലൈബ്രറി അർഡിനോയിലേക്ക് ആക്കുന്ന പരിപാടി. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീപാഡ് തന്നെ നമുക്ക് പല രീതിയിൽ അവൈലബിൾ ആണ്. ഈ മോഡൽ അല്ലെങ്കിൽ നമുക്ക് വേറൊരു മോഡൽ ഉണ്ട്. നമുക്ക് ഇത്രയും റോസ് ഇല്ലാത്തൊരു മോഡലുണ്ട്. അപ്പോൾ ഏത് മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കീപാഡിന് എത്ര റോസും കോളംസും ഉണ്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോസും കോളംസിനെ ബൈറ്റ് ഡാറ്റ ടൈപ്പിൽ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൺസ്റ്റ് ഈ ബൈറ്റ് റോസ് എത്ര റോസ് ഉണ്ട്, 4. അതേപോലെ കോൺസ്റ്റ് ബൈറ്റ് കോളംസ് എത്രയുണ്ട്, 4. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഈ ബൈറ്റ് കൊടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർഡിനോയിൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അത് വേറൊന്നുമല്ല, നമുക്ക് മെമ്മറി ലാഭിക്കാൻ വേണ്ടിയാണ് ബൈറ്റ് കൊടുത്തത്. നമ്മളൊരു ഇൻറ്റീജർ കൊടുത്ത് നമുക്ക് വലിയൊരു റേഞ്ച് കിട്ടും. നമുക്ക് അത്രയും വലിയ റേഞ്ചിന്റെ ആവശ്യമൊന്നും ഇടില്ല. അതുകൊണ്ട് നമ്മൾ ബൈറ്റ് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീപാഡിന്റെ ഈ ഒരു ലേ ഔട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനായിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളെ മെട്രിക്സ് പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പൊ അതിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളൊരു ക്യാരക്ടർ കീപാഡാണ്. കാരണം ABCD ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ക്യാരക്ടർ കീപാഡാണ്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ കീപാഡ് ഉണ്ടാക്കണം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ കീസിനെ എന്തെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് കീസ് എന്ന് വിളിക്കാം. കീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. എന്നിട്ട് റോസ് അതേപോലെ റോസ് കോളം എന്ന് കൊടുക്കുന്നു. അതായത് റോയും കോളവും നമ്മൾ അവിടെ നമ്പർ വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഉണ്ടാക്കണം, സെക്കൻഡ് റോ ഉണ്ടാക്കണം, തേർഡ് റോ ഉണ്ടാക്കണം, ഫോർത്ത് റോ ഉണ്ടാക്കണം. അപ്പൊ ഇത്ര സാധനം നമ്മൾ ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ റോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആണ്. നമ്മൾ 1,
അതേപോലെ രണ്ടാമത്തെ റോയിൽ എന്ന് പറഞ്ഞ അല്ല ഇതിൻ്റെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ ആ കീപാഡിനെ അതേപടി തന്നെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളപ്പം നമ്മുടെ കീപാഡിനെ ടൈപ്പ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കീപാഡിന്റെ ലേ ഔട്ട്. അപ്പോൾ ഈ ലേ ഔട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോയുടെ പിന്നും കോളത്തിന്റെ പിന്നും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ റോയുടെ പിന്നിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു അറേ ഉണ്ടാക്കുവാണ്. റോയുടെ പിന്നെല്ലാം ആ ഒരു അറേ കാണും. അപ്പോൾ റോ പിന്നെന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ റോ പിൻസിൽ എത്ര ക്യാരക്ടേഴ്സ് വേണം? റോസ് ഇപ്പം എത്ര റോ ഉണ്ടോ അത്രയും പിന്നുണ്ടാവുമല്ലോ ആർഡിനോയിൽ. ഇപ്പം ഈ ആർഡിനോയുടെ കീപാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു റോ പിന്ന് കാണില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ റോസ് കൊടുക്കുക. ആ പിന്നുകൾ നമുക്ക് ഏതാണെന്ന് കൊടുക്കാം. അതേപോലെ ബൈറ്റ് കോളംസിനും കൊടുക്കുക. കോളം പിൻസിന് കോൾസ് എന്ന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പിൻസ് കൊടുക്കുക. അപ്പം നമ്മൾ ആർഡിനോ കണക്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആർഡിനോ കണക്ട് ചെയ്തിട്ട് ആ ഒരു പിന്ന് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജമ്പർ വയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു റോ, ഇപ്പം ഈ ഒരു റോ ഇല്ലെന്ന് കരുതുക. ഈ ഒരു റോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്ന് കുറവായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെയിൻ പോയിന്റ്. അപ്പം 4 റോയും 4 കോളും, അപ്പോൾ 4 പിന്ന് വരും. അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി 8 വരുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ജമ്പർ വയറിൽ നിന്ന് കണക്ട് ചെയ്ത് വിടാം. ഇപ്പോൾ ജമ്പർ വയർ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുവാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസും കോളംസും കണക്ട് ചെയ്യാം. അപ്പം റോസിനെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് 13 മുതലുള്ള പിന്നുകളാണ്. 11, 13, 12, 11, 10, 13, 11. അപ്പം അങ്ങനെ 10 വരെ കണക്ട് ചെയ്യുന്നു. 10 വരെ റോസും അത് കഴിഞ്ഞുള്ള 9 മുതലുള്ളത് പിൻസ് കോളംസും ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. 9, 8, 7, 6. അപ്പോൾ ഇങ്ങനെ ആർഡിനോയിൽ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് ഞാൻ കീപാഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കീപാഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ബോർഡ് ഇവിടെ കാണണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കീപാഡിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർഡിനോ കണക്ട് ചെയ്തു. കീപാഡ് ഇവിടെ കണക്ട് ആക്കി വെച്ചു. കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം റോ പിൻസ് എന്ന് പറയുന്നത് 13, 12, 11, 10. കോളം പിൻസ് എന്ന് പറയുന്നത് 9, 8, 7, 6. അപ്പോൾ ഇതാണ് നമ്മുടെ കോളം പിൻസും റോ പിൻസും നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള സാധനം. നമുക്ക് കീപാഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റ് വേണം. അതായത് നമ്മളുള്ള ഈ കീപാഡിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വേണം. അപ്പോൾ കീപാഡിൽ ഒരുപാട് ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. കീപാഡ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ കീപാഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ ലൈബ്രറിയുടെ പേര് തന്നെ കീപാഡ് സ്പേസ് ഇട്ടിട്ട് ഇപ്പം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന കീപാഡ് ലോക്കറിൻ്റെ ആണെങ്കിൽ നമുക്ക് ലോക്കർ കീപാഡ് എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് തൽക്കാലം ജസ്റ്റ് മൈ കീപാഡ് എന്ന് കൊടുക്കാം. മൈ കീപാഡ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇതിന് കൺസ്ട്രക്ടർ പാസ് ചെയ്ത് കൊടുക്കണം. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഇനിഷ്യലി വർക്ക് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഡാറ്റാസ് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് നമ്മൾ കീപാഡ് എന്ന് തന്നെ കൊടുത്ത് അതിൻ്റെ അത് വാല്യൂസ് ആണ് പാസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു കീപാഡിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കീപാഡിന്റെ സ്ട്രക്ചറിനെ നമുക്ക് ഈ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ കൊണ്ടുണ്ടാക്കും, മേക്ക് കീപാഡ്. മേക്ക് കീ മാപ്പ് എന്നാണ് ആ ഫംഗ്ഷന്റെ പേര്. അപ്പം മേക്ക് കീ മാപ്പ് എന്ന് കൊടുക്കുക. മേക്ക് കീ മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് നമുക്ക് പാസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീസ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ കീസിനെ നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കീസിനെ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കീപാഡ് ഓക്കെ. ഇനി നമുക്ക് റോ പിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റോ പിൻ പാസ് ചെയ്യുന്നു. കോളം പിൻസ് ഉണ്ട്, കോളം പിന്നും പാസ് ചെയ്യുന്നു. പിന്നെ റോസ് ഉണ്ട്, അപ്പം റോസ്, പിന്നെ കോൾസ്. അപ്പോൾ ഇതാണ് ഈ കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അത് കീ മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ കൂടി കീപാഡിന്റെ കീസ് പാസ് ചെയ്യുക. അതിനുശേഷം റോ പിന്നും കോളം പിൻസും റോസും കോൾസും പാസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീപാഡ് റെഡി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം മാത്രമേ സത്യത്തിൽ വരുന്നുള്ളൂ. ഓക്കെ, അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീരിയൽ മോണിറ്ററാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് serial.begin 9600 എന്ന് ഞാനുള്ള ബോർഡ് റേറ്റ് കൊടുക്കുന്നു. പിന്നെ ഇത് പ്രിന്റ് ചെയ്യാനാണ് പോകുന്നത്. പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിത് റീഡ് ചെയ്യണം. അപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്ന കീനെ റീഡ് കീ എന്ന് വിളിക്കുന്നു. റീഡ് കീ ഈക്വൽ ടു മൈ കീപാഡ്. മൈ കീപാഡ് എന്ന് പറഞ്ഞാൽ എന്താ?
മൈ കീപാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ ഒബ്ജക്റ്റിനെ ഇവിടെ ഇടുന്നു. മൈ കീപാഡ് ഡോട്ട് ഗെറ്റ് കീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമുക്ക് എന്താ കീപാഡിൽ നിന്നുമുള്ള ഇൻപുട്ട് റീഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മളിവിടെ കീപാഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് കീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും, റീഡ് കീയിലേക്ക് നമ്മൾ എന്താണോ റീഡ് ചെയ്ത് ആ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി റീഡ് കീ എന്ന് പറയുന്ന സാധനം നമുക്ക് നോക്കണം. റീഡ് കീ എന്ന് പറയുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഡ് കീ വാലിഡ് ആണെങ്കിൽ നമുക്കിത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇഫ് റീഡ് കീ, ഓക്കെ, റീഡ് കീ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ സീരിയൽ ഡോട്ട് പ്രിന്റ്ലൻ എന്താ റീഡ് കീ. അപ്പം റീഡ് കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം റീഡ് കീയുടെ നമ്മൾ റീഡ് ചെയ്ത കീ ഉണ്ടാവും, അത് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നമ്മുടെ അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അർഡിനോ യൂനോ പോർട്ട് കോം4 ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നിടത്ത് എന്തോ എറർ കാണിക്കുന്നു. INCLUDE. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക്. INCLUDE ഇൻക്ലൂഡ്, ഹാഷ് ഇൻക്ലൂഡ്. അപ്പം ഓക്കെ, അതാ കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അർഡിനോയിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സീരിയൽ മോണിറ്റർ എടുക്കുന്നു. ഞാൻ കീപാഡിൽ 1 പ്രസ് ചെയ്യുന്നു, അപ്പോൾ 1 കാണിക്കുന്നു. 2 പ്രസ് ചെയ്യുന്നു, 2 കാണിക്കുന്നു. 3 പ്രസ് ചെയ്യുന്നു, 3 കാണിക്കുന്നു. 4 പ്രസ് ചെയ്യുന്നു, 4, 5, 6, 7, 8, 9, 0. ഓക്കെ, ABCD*0 ഹാഷ്. നമ്മൾ ഹാഷ് ഞെക്കി പിടിച്ചാൽ ഒരു ഞെക്കിന് ഒരു ഹാഷേ വരത്തുള്ളൂ. 1-2 പ്രസ് ചെയ്യുന്നത് അതനുസരിച്ച് വരും. ഇതാണ് കീപാഡ് ലൈബ്രറി വെച്ച് കീപാഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന്. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കീപാഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ കീപാഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോക്കേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് LCDയിൽ ഡാറ്റാസ് പാസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് LCDയിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കീപാഡ്സ് വെച്ച് പറ്റും. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നി നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.